ഒരു ഇടുങ്ങിയൊരു കെട്ടിടത്തിൽ അധികം സൗകര്യങ്ങളില്ല, കുട്ടികൾക്ക് ആവശ്യത്തിന് ലൈബ്രറിയോ മറ്റു സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരിടത്തു നിന്നാണ് ഞങ്ങൾ 2022 ജൂൺ 18 ഞങ്ങൾ ഈ കോളേജിലോട്ട് വന്നത്. കോളേജ് നല്ല കോളേജാണ്, ക്ലാസ്സും കാര്യങ്ങളും പിന്നെ അതേപോലെ തന്നെ ടീച്ചർമാരും എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആണ്. പിന്നെ കുറച്ച് ബുദ്ധിമുട്ട് പറഞ്ഞാൽ എനിക്ക് ഇവിടെ ഹോസ്റ്റലില്ല. ഹോസ്റ്റലിൽ പിന്നെ ദൂരത്തുനിന്ന് കുറേ പിള്ളേർ വന്ന് പഠിക്കണം, അപ്പോൾ അവർക്കൊരു ഹോസ്റ്റൽ സൗകര്യവും പിന്നെ അതേപോലെ തന്നെ ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. ഈ കുട്ടികൾക്ക് പഠിക്കാനൊരു കെട്ടിടമില്ലാതെ തക്കനാവൂർ അന്ത്യാകുട സ്കൂളിലും അയങ്കലം വാടക കെട്ടിടങ്ങളൊക്കെ ആയിരുന്നു കുട്ടികൾ പഠിച്ചിരുന്നത്. അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പണി തീർക്കുകയും കുട്ടികൾക്ക് വളരെ വേഗം വിദ്യാഭ്യാസത്തിന് മുൻകൈ എടുത്തിട്ട് അദ്ദേഹം സ്ഥാപിതമാക്കിയ കോളേജാണത്. കോളേജിലെ ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഉണ്ട്, അതുപോലെ കൗൺസിലിംഗ്, ക്യാൻറ്റീൻ, അങ്ങനത്തെ ഫെസിലിറ്റീസ് ഉണ്ട്. ക്യാൻറ്റീൻ തന്നെ ഇപ്പം നമുക്ക് 10 രൂപയ്ക്ക് ഫുഡ് കിട്ടും. ഞങ്ങൾ ഈ ഹോസ്റ്റലേഴ്സ് ആണ്, അപ്പോൾ നമുക്ക് എന്താണ് 10 രൂപയ്ക്ക് ഫുഡ് കിട്ടുന്നുണ്ട്. അത് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചിട്ട് 2019 സ്റ്റാർട്ട് ചെയ്തത്. 2019 സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഓരോ സ്റ്റേജും നമ്മുടെ MLA ജലീൽ സാറിൻ്റെ നേതൃത്വത്തിൽ പെട്ടെന്ന് പണികളെല്ലാം പൂർത്തിയാക്കി ഈ രീതിയിൽ ഈ കോളേജിലെ ക്ലാസ് മുറികൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ക്ലാസ് റൂമുകളാണ്. പുതിയ ടെക്നോളജി തന്നെയാണ് ഇതിന് മൊത്തം യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം കൊണ്ടും കോളേജ് അടിപൊളിയാണ്. ഗവൺമെൻറ് കോളേജ് എന്നുള്ളൊരു ഫീലൊന്നുമില്ല, എല്ലാവരും വരുന്ന പഠിക്കുന്നു, അത് ഫ്രണ്ട്ലിയായിട്ട് പോകും. ഇത് ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ മലപ്പുറമാണ്. കുട്ടികൾക്കും അധ്യാപകർക്കും വളരെ സൗകര്യപ്രദമായ രീതിയിലാണ് ഈ ബിൽഡിംഗ് നിർമ്മിച്ചിട്ടുള്ളത്. IT ലാബ് ആണെങ്കിലും അതുപോലെ തന്നെ സ്റ്റാഫ് റൂമും അതുപോലെ മറ്റ് ക്ലാസ് റൂമുകളൊക്കെ നല്ല രീതിയിൽ എല്ലാ ഫർണിച്ചറോടും കൂടി ഈ സ്കൂളിൻ്റെ ഈ ബിൽഡിങ്ങുകളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. പഴയ കെട്ടിടങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരെ പ്രയാസം ഉണ്ടായിരുന്നു. ആ സമയത്താണ് കിഫ്ബി നമുക്ക് 5 കോടി അനുവദിക്കുകയും അത് ഉപയോഗിച്ചുകൊണ്ട് 16 ക്ലാസ് റൂമുകളും 3 ലാബും മറ്റെല്ലാ ഫെസിലിറ്റികളും കൂടി നമ്മുടെ ടോയ്ലറ്റ് ഫെസിലിറ്റി ഉൾപ്പെടെ സൗകര്യമൊരുക്കിക്കൊണ്ട് നല്ലൊരു ബിൽഡിംഗ് നമുക്ക് ലഭിച്ചത്. ബിൽഡിംഗ് നന്നായതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരെയധികം സൗകര്യപ്രദമായിട്ട് ഇരിക്കാനും അതുപോലെ സൗകര്യപ്രദമായിട്ട് കുട്ടികൾക്ക് ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഓരോ ഫ്ലോറിലും ബാത്റൂം സൗകര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ല രീതിയിൽ അവർ ഗേൾസ് ഫ്രണ്ട്ലി ടോയ്ലറ്റും എല്ലാ സൗകര്യങ്ങളും നൽകിയിട്ടുണ്ട്. ഇത്രയും നല്ല സൗകര്യത്തിൽ പഠിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. കുട്ടികൾ വളരെ സന്തോഷത്തിലാണ്. അവർക്ക് പിന്നെ ആവശ്യമായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഇപ്പോൾ അതുപോലെ തന്നെ ഫാന്, അതുപോലെ തന്നെ ലൈറ്റ്, പ്രൊജക്ടർ, എല്ലാ സൗകര്യങ്ങളുള്ള ഒരു പിന്നെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്കൂൾ തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എൻ്റെ പേര് ഷീജ. ഇവിടെ മലപ്പുറം ഗവൺമെൻറ് കോളേജിലെ ഹോസ്റ്റലാണിത്. പിന്നെ ഞാൻ ഇവിടുത്തെ മാട്രനായിട്ട് വർക്ക് ചെയ്യണു. ഭയങ്കര ഹാപ്പിയിലാണ് ഞാൻ ഇവിടുത്തെ ജോലി ചെയ്യുന്നത്. പിന്നെ കുട്ടികൾ നല്ല ഹാപ്പിയിലാണ്. എല്ലാ അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. റൂമായാലും കട്ടിൽ, കിടക്ക, അലമാറ, ഫാന്, എല്ലാ അങ്ങനത്തെ സൗകര്യമൊക്കെ ഉണ്ട്. ഡൈനിങ് ഹാള് ഉണ്ട്, കിച്ചൺ നല്ലതാണ്. കുട്ടികളൊക്കെ ഹാപ്പിയിലാണ്. അപ്പോൾ ഹോസ്റ്റലിൽ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ബങ്കഡ് ബെഡ്സോ അങ്ങനത്തെ ഒക്കെയാണ് ഉദ്ദേശിക്കുക. പക്ഷേ ഇവിടെ ഞങ്ങളിപ്പോൾ ഒരു റൂമിൽ 3 പേരൊക്കെയാണ് നിൽക്കുന്നത്. മാക്സിമം 3 പേരുണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നമുക്ക് സ്റ്റഡി ടേബിൾ ഉണ്ടാവും റൂമിൽ. സ്പേഷ്യസ് ആണ് റൂമൊക്കെ. അപ്പോൾ നല്ല സൗകര്യങ്ങളുണ്ട്. പിന്നെ വാഷ്റൂംസും ടോയ്ലറ്റ്സൊക്കെ ആയാലും അത്യാവശ്യം എല്ലാവർക്കും ഞങ്ങൾക്കൊരു ഫ്ലോറിൽ തന്നെ ഒരു 6-7 ബാത്റൂം, 6-7 ടോയ്ലറ്റും ഉണ്ട്. അപ്പോൾ അത്രയും പേർക്ക് അത്രയും ഇനഫാണ്. നമുക്കിപ്പോൾ പഠിക്കാനായാലും റീഡിംഗ് റൂം ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും, അതായത് ഇപ്പോൾ ഫുഡാണെങ്കിലും ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഫുഡ്സാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ വീട്ടുകാർക്ക് എപ്പോഴും നമ്മളെ വീട്ടുകാർക്ക് ഉണ്ടാവുക ആ സേഫ്റ്റി ഇഷ്യൂസ്. നമ്മളെ മക്കളെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ എത്രത്തോളം അവർക്ക് സേഫ്റ്റി ഉണ്ടെന്നായിരിക്കും. ഇവിടെ ഇതുവരെ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഭക്ഷണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സാധാരണ എല്ലാവരും പറയുന്നത് ഭയങ്കര ചീത്ത ഫുഡ്, കറിയൊക്കെ ആണെങ്കിലും ഒന്ന് ഒഴിച്ച് അപ്പുറത്തേക്ക് എത്തും ഇപ്പുറത്തേക്ക് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്നത് എന്താണ് ഫുഡ് അവരാണ് അത് ഉണ്ടാക്കി തരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ് കോളേജിലൊരു ഹോസ്റ്റലാണെന്ന രീതിക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകുന്ന രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ സൗകര്യങ്ങളും ഫെസിലിറ്റീസും ഒക്കെ നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ സൗകര്യങ്ങളൊക്കെ ഓക്കെയാണ്. പിന്നെ സിക്ക് റൂം അവൈലബിൾ ആണ്. പിന്നെ അതിന് തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അവർ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്. ഫസ്റ്റ് എയ്ഡ് ഉണ്ട്. പിന്നെ അതിന് സ്പെഷ്യൽ കെയർ എല്ലാം ചെയ്തു തരുന്നുണ്ട്. ഏകദേശം ഒരു 2002-12 കാലയളവിലാണ് MSc സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ കാലത്തുനിന്ന് വലിയ മാറ്റം ഇപ്പോൾ നമ്മൾ സ്കൂളിൽ കാണാൻ പറ്റുന്നുണ്ട്. കണ്ടല്ലോ, ഇപ്പോൾ പഴയ ഓടിട്ട കെട്ടിടങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതൊക്കെ മാറി നല്ല 2 നില കെട്ടിടം ഇപ്പോൾ നമ്മുടെ സ്കൂളിലുണ്ട്. 2020 കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് D ബ്ലോക്ക് എന്ന സ്കൂളിൻ്റെ പുതിയൊരു കെട്ടിടം ഉദ്ഘാടനം മുഖ്യമന്ത്രി ചെയ്തത്. അവിടെ ഇപ്പോൾ UP സെക്ഷനാണ് വർക്ക് ചെയ്യുന്നത്. 9 UP ക്ലാസ്സും, ഒരു IT ലാബ്, ഒരു സയൻസ് ലാബ്, ഒരു ഡൈനിങ് ഹാൾ,
കിച്ചൺ ഇതെല്ലാം വർക്ക് ചെയ്യുന്നു. നല്ല മാറ്റമാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു വിദ്യാർത്ഥിയായി ഈ സ്കൂളിൽ പഠിച്ച് പിന്നീട് ഈ സ്കൂളിലേക്ക് വരുന്ന ഏതൊരാളെ സംബന്ധിച്ച് വലിയൊരു സന്തോഷം ഉണ്ടാകുന്ന കാഴ്ചയാണ് ഇവിടെ കാണാനുള്ളത്.